ഈ ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സർജറി ചെയ്തു, റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിമിഷനിലാണ്, ഇപ്പം വേറൊന്നും നമുക്ക് സ്കാനിലൊന്നും കാണുന്നില്ല എന്ന് വന്നാലും പിന്നെ എന്താണ് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ വീണ്ടും വരാതിരിക്കാനായിട്ട് മാക്സിമം എന്താണ് പേഷ്യൻറ്റിന് ചെയ്യാൻ സാധിക്കുക? ക്യാൻസറിൻ്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ യൂട്രസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് യൂട്രസിൽ ക്യാൻസർ വരുന്നു, അത് നാച്ചുറലി. യൂട്രസ് ഇല്ലെങ്കിൽ പിന്നെ യൂട്രസിൽ ക്യാൻസർ വരികയില്ല. പക്ഷെ എന്നാലും അങ്ങനെയും പറയാൻ പറ്റൂല. യൂട്രസ് എടുത്തു കളഞ്ഞവർക്ക് പിന്നെയും സെക്കൻഡറി വരുന്നില്ലേ? ഓവറി എടുത്തു കളഞ്ഞിട്ട് പിന്നെയും ക്യാൻസർ റെക്കറൻസ് വരുന്നില്ലേ? അപ്പൊ അതിന്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജനറ്റിക് മ്യൂട്ടേഷൻസ് വന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഈവൻ സ്റ്റെം സെൽസിൽ പോലും ആ മ്യൂട്ടേഷൻസ് കയറി കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് വീണ്ടും നമ്മൾ അതിനെ സ്റ്റെം സെൽസിലേക്ക് യൂഷ്വലി അങ്ങനത്തെ കാര്യങ്ങൾ കയറി വരികയില്ല. അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ഈ ടോക്സിൻസും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഒക്കെ വരുമ്പോൾ ഈ സെല്ല് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ വരുന്ന സെല്ലുകൾക്ക് ഡാമേജ് വരും. ഡാമേജ് ഉള്ള സെല്ലിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ കണ്ടുപിടിച്ചതിനെ കൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പല അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പിന്നെ അതിന്റെ മരുന്നുകളും, ഈ മരുന്നുകളും നമുക്കൊരു ടോക്സിനാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതും ഒരു സ്ട്രെസ്സാണ്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പം നമ്മുടെ ബോഡിയിലെ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ കൂടി മൾട്ടിപ്പിൾ അസുഖങ്ങളും മൾട്ടിപ്പിൾ മരുന്നുകളും പിന്നെ അതിൻ്റെ കൂടി ഫുഡിലെയും കെമിക്കൽസും എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് താങ്ങാനാകാത്തത്രയും വരുമ്പം അതൊക്കെ ക്യാൻസറുകൾ വന്നു തുടങ്ങും. ഏത് ക്യാൻസർ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്യാൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാലും എടുത്തു കളയുക എന്നുള്ള ഒറ്റ ഒരു ഇതിലാണ്. നല്ലൊരു ശതമാനവും ക്യാൻസറിന് വേണ്ടിയിട്ടല്ല, ക്യാൻസർ എന്ന് സംശയിച്ചാണ് നമ്മൾ പല സർജറിയും ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ അവയവങ്ങളും നമുക്ക് വേണ്ടത് തന്നെയാണ്. ആദ്യം നമ്മൾ സംശയിച്ച് സർജറികൾ ചെയ്ത് നമ്മുടെ അവയവങ്ങൾ എടുത്ത് കളഞ്ഞാൽ നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മളുടെ ഇന്നത്തെ യൂട്രസ്, ഒരു 60 വയസ്സുള്ള ലേഡിയുടെ യൂട്രസ് പോലും അവരുടെ മക്കളുടെ കുഞ്ഞിനെ ഉണ്ടല്ലോ, സറോഗേറ്റ് യൂട്രസും ഒക്കെ. ചിലപ്പോൾ മക്കൾക്കൊരു ഫെർട്ടിലിറ്റി പ്രോബ്ലം വന്നാൽ അവരുടെ യൂട്രസിന് അവരുടെ കൊച്ചുമക്കളെ പ്രസവിപ്പിക്കാനുള്ള സാധ്യത പോലെയുള്ള കാലം. അപ്പോൾ ഒരു അവയവവും യൂട്രസിനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മളുടെ യൂട്രസ് ചിലപ്പോൾ പ്രയോജനപ്പെടുമെന്ന് ഓർക്കണം. അപ്പോൾ ഒരു അവയവം എടുത്തു കളയാതെ നോക്കാം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.